കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ 45-ാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ ബൈബിൾ സ്റ്റഡി തുടർമാനമായി എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിയോടുകൂടി ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 18-ൻ്റെ 22 വരെയുള്ള വേദഭാഗങ്ങളിലാണ് ഈ മിഷണറി യാത്രയെക്കുറിച്ച് ഇതിൻ്റെ എഴുത്തുകാരനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 17-ാം അധ്യായത്തിൽ അഥീനയിലെ തൻ്റെ സുവിശേഷീകരണത്തെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും 17-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലെ തൻ്റെ പ്രഭാഷണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ജാതികളുടെ ഇടയിൽ പൗലോസിൻ്റെ പ്രസംഗം പള്ളികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിലാണ് താൻ അവിടെ പ്രസംഗിച്ചത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ പ്രസംഗത്തോട് 3 നിലയിലാണ് ജനം പ്രതികരിച്ചത്. കുറച്ചു പേർ തന്നെ പരിഹസിച്ചു, കുറച്ചു പേർ പറഞ്ഞു പിന്നീട് ഈ ആശയം ഒന്നുകൂടെ കേൾക്കാമെന്ന്. എന്നാൽ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് തൻ്റെ പ്രഭാഷണത്തിലൂടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ഈ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ അഥീനയിൽ നിന്ന് കൊരിന്തിലേക്ക് വരുന്ന ആ സംഭവമാണ് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം തുടങ്ങുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നത്. 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. അഥേനയിൽ നിന്ന് 50 മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കൊരിന്ത്. ഈ 2 പട്ടണങ്ങളെയും കൂടെ കമ്പയർ ചെയ്താൽ അഥീനയേക്കാൾ വളരെയധികം പോപ്പുലേഷനുള്ള സ്ഥലമാണ് കൊരിന്ത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ അഥീനയിൽ പൗലോസ് അവിടെ ചെന്ന സമയത്ത് 10,000-മോ അതിൽ അല്പം കൂടുതലോ ജനസംഖ്യ ഉള്ള ഒരു പട്ടണമായി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കൊരിന്ത് അങ്ങനെയല്ല. 100,000-മോ അതിലുപരിയോ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണമായി കൊരിന്തിനെ നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവമക്കൾ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പൗലോസിൻ്റെ പല സുവിശേഷീകരണ യാത്രകളിലും താൻ സുവിശേഷീകരണം ചെയ്യുവാൻ ശ്രദ്ധിച്ചത് വലിയ പട്ടണങ്ങളിലാണ്. അവിടെ സഭകൾ സ്ഥാപിച്ച് ആ സഭകളിലൂടെ പിന്നീട് താൻ അടുത്തു വന്ന ദേശങ്ങളിൽ സുവിശേഷീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഗ്രാമങ്ങളെ സുവിശേഷീകരിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പത്രോസ് ഗ്രാമങ്ങളെ സുവിശേഷീകരിച്ചതായിട്ട് നമ്മൾ ദൈവത്തിലൂടെ കാണുന്നുണ്ട്. എന്നാൽ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും പൗലോസ് സുവിശേഷീകരണം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആളുകൾ എവിടെ തിങ്ങിപ്പാർക്കുന്നുവോ അവിടെ സുവിശേഷം വ്യാപിപ്പിച്ച് സഭകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതി പൗലോസിന് ഉണ്ടായിരുന്നു. അങ്ങനെ താൻ കൊരിന്ത് പട്ടണത്തിൽ എത്തുകയാണ്. ചരിത്രം പറയുന്നത് കൊരിന്ത് വളരെ മ്ലേച്ഛമേറിയ ഒരു പട്ടണമായിരുന്നു. ഒരു കൊരിന്തുകാരനെ പോലെ ജീവിക്കുക എന്നുള്ള ഒരു പ്രോവർബ് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഏറ്റവും മോശമായി മ്ലേച്ഛമായി ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു വല്ലാത്ത ധാർമ്മികമായി അധപ്പതിച്ച ഒരു പട്ടണത്തിൽ ഈ ഭക്തൻ വന്ന് താൻ അവിടെ സുവിശേഷീകരണം ചെയ്തു. അങ്ങനെ ഒരു സഭ അവിടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. കൊരിന്തിൽ സുവിശേഷീകരണം നടന്ന് സഭ സ്ഥാപിക്കപ്പെട്ടു എങ്കിൽ ലോകത്തിൽ എവിടെയും ദൈവസഭ സ്ഥാപിക്കാം.
പരിശുദ്ധാത്മാവ് നിയോഗം തരുന്ന ദൈവത്തിൻ്റെ ദാസീദാസന്മാർ പട്ടണങ്ങളിൽ ദൈവം അയക്കുമ്പോൾ അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ സുവിശേഷത്തിന് ഏത് പട്ടണത്തെയും സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് ദൈവമക്കൾ അറിയണം. ഇന്ന ദേശം കഠിനമാണ്, ഇന്ന ദേശം വളരെ ധാർമ്മികമായി അധപ്പതിച്ചതാണ്, അതുകൊണ്ട് അവർക്കാർക്കും സുവിശേഷം വേണ്ട എന്ന ചിന്ത ആവശ്യമില്ല. സുവിശേഷം അഭിഷേകത്തിൻ്റെ കീഴിൽ ഒരഭിഷക്തൻ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന നിയോഗമനുസരിച്ച് പ്രചരിപ്പിക്കുവാൻ തയ്യാറായാൽ സുവിശേഷത്തിന് ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് പെനട്രേറ്റ് ചെയ്ത് വലിയ ഫലത്തിലേക്ക് നടത്തുവാൻ കഴിയും. പട്ടണങ്ങളെ സ്വാധീനിക്കുവാൻ സുവിശേഷത്തിന് കഴിയും. എത്ര ധാർമ്മികമായി അധപ്പതിച്ച പട്ടണമാണെങ്കിലും പട്ടണത്തെ സ്വാധീനിക്കുവാൻ സുവിശേഷത്തിന് ശക്തിയുണ്ട്. അഥീനയിൽ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ അന്യാരാധന കേന്ദ്രമായിരുന്നു. അവിടെ സുവിശേഷം വിജയിച്ചു. ധാർമ്മികമായി അധപ്പതിച്ച കൊരിന്തിലും സുവിശേഷം വിജയിച്ചു. സുവിശേഷത്തോടൊന്നും കൂട്ടേണ്ട കാര്യമില്ല, കുറയ്ക്കേണ്ട കാര്യമില്ല. സുവിശേഷം മായം ചേർക്കാതെ പ്രസ്താവിച്ചാൽ ആ സുവിശേഷത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവ് ആ വചനങ്ങളെ ഉറപ്പിച്ച് ദൈവസഭകൾ പട്ടണങ്ങൾ ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. രണ്ടാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യവും നമ്മൾ പരിശോധിച്ചാൽ കൊരിന്തിലെത്തിയ പൗലോസ് അക്വില പ്രിസ്കില്ല എന്ന ഈ ദമ്പതികളെ പരിചയപ്പെടുകയാണ്. വാസ്തവത്തിൽ കൊരിന്തിൽ താൻ ചെല്ലുമ്പോൾ തനിക്ക് ആരെയും പരിചയമില്ല. എങ്ങനെയാണ് ഈ കുടുംബത്തെ പരിചയപ്പെട്ടത് എന്നുള്ളതിൻ്റെ വിശദീകരണം അവിടെ ഇല്ല. എങ്കിലും ന്യായമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ഒരു പക്ഷെങ്കിൽ താൻ ആരെങ്കിലും ആളുകളോട് തൻ്റെ ട്രേഡ് കൂടാരപ്പണിയാണ്, അല്ലെങ്കിൽ ലെതർ വർക്ക്സാണ്, ആ ലെതർ വർക്ക് കൂടാരപ്പണി നല്ല എക്സ്പെർട്ടായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ എന്ന് താൻ ഒരു പക്ഷെങ്കിൽ അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം അക്വില പ്രിസ്കില്ല ഈ ദമ്പതികളെ താൻ പരിചയപ്പെടുന്നത്. കാരണം ആദ്യമായിട്ടൊരു സ്ഥലത്ത് താൻ ചെല്ലുമ്പോൾ തനിക്കാരെയും പരിചയമില്ല. കൂടാരപ്പണി ചെയ്യുന്ന ഇവരോട് ചേർന്ന് കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ച് താൻ സുവിശേഷം അവിടെ പടർത്തുവാൻ താല്പര്യപ്പെട്ടു. ഇത് ഇന്നത്തെ ദൈവദാസീദാസന്മാർക്കൊരു വലിയ വെല്ലുവിളിയാണ്. സ്പോൺസർ കൂടാതെ പലപ്പോഴും നമുക്ക് മറ്റൊരു പുതിയ ദേശത്തേക്ക് പോകുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. പരിശുദ്ധാത്മാവ് തനിക്ക് നിയോഗം കൊടുക്കുമ്പോൾ പുതിയ സ്ഥലങ്ങളിൽ താൻ ചെന്ന് എത്തി തനിക്ക് അറിയാവുന്ന ട്രേഡ് താൻ അവിടെ ചെയ്ത് അത്യാവശ്യം സാമ്പത്തികമുണ്ടാക്കി തൻ്റെ ആഹാരത്തിനും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെയും താൻ അത് ഉപയോഗിച്ച് ബാക്കിയുള്ള സമയം താൻ സുവിശേഷീകരണം ചെയ്തു. ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, നമ്മുടെ ബൈബിൾ സ്കൂളുകളിൽ ഒരു തൊഴിലൂടെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് പൗലോസിന് ഈ തൊഴിൽ തനിക്ക് മാസ്റ്റർ ചെയ്യുവാൻ ഇടയായിത്തീർന്നത്? യഹൂദന്മാരുടെ റബിമാർ അവരിങ്ങനെ ഒരു തൊഴിൽ പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടൊരു യഹൂദ റബി എന്ന നിലയിൽ താനൊരു എക്സ്പെർട്ട് ടെൻറ്റ് മേക്കറായിരുന്നു. നമ്മുടെ യുവ സുവിശേഷകർ ഇങ്ങനെ ഒരു തൊഴിൽ അവർക്കുണ്ടെങ്കിൽ പുതിയ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യനെയും ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് ജീവിക്കാനുള്ള സാമ്പത്തികത്തെ ആ തൊഴിലിലൂടെ അവർക്ക് ലഭ്യമാകും. അങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സുവിശേഷീകരണത്തിൽ അവർക്ക് ഏർപ്പെടുവാനായി കഴിയും. പലപ്പോഴും സ്പോൺസേഴ്സായിട്ടുള്ള ആളുകളെ അന്വേഷിച്ച് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയാലും പലയിടങ്ങളിലും പണം കൊടുത്ത് സഹായിക്കുന്നവർ പിന്നീട് ദൈവദാസന്മാരെ കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങും. ദൈവം ദൈവദാസന് കൊടുത്ത ദർശനത്തിൽ നിൽക്കാൻ കഴിയില്ലാതെ പണം മുടക്കുന്ന ആളിൻ്റെ ദർശനമനുസരിച്ച് ശുശ്രൂഷിക്കേണ്ട ഒരു സ്ഥിതി പലയിടത്തും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവം തന്ന ദർശനപ്രകാരം
സുവിശേഷീകരണം നടത്തി ദൈവസഭ സ്ഥാപിക്കണമെങ്കിൽ സ്വന്തമായി തൊഴിൽ ചെയ്ത് ഉപജീവനം നയിക്കുവാൻ കഴിയും. ഇതാണ് നമുക്ക് 2, 3 എന്നീ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 4-ാം വാക്യത്തിൽ എത്തുമ്പോൾ, എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ചു, യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു. ഇതിനോടകം ഈ ബൈബിൾ സ്റ്റഡിയിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ദാസന്മാർക്ക്, ദൈവമക്കൾക്കറിയാം, പൗലോസിൻ്റെ സ്ഥിരം പതിവിതാണ്. ഒരു ദേശത്ത് എന്നാൽ യഹൂദന്മാരുടെ പള്ളി സിനഗോഗ് ഉണ്ടോയെന്ന് അന്വേഷിക്കും. അവിടെയാണ് താൻ സുവിശേഷീകരണം തുടങ്ങുന്നത്. കൊരിന്തിലും അതുപോലെ തുടങ്ങി. അതിൻ്റെ ഒരു കാരണമുണ്ട്. യഹൂദന്മാർക്ക് ന്യായപ്രമാണം അറിയാം. അവരോട് ദൈവവചനത്തിലൂടെ യേശു മശിയ എന്ന് തനിക്ക് തെളിയിക്കുവാൻ കഴിയും. മറ്റൊരു കാരണം, യഹൂദ സിനഗോഗുകളിൽ ദൈവഭക്തർ എന്ന് പറയുന്ന ജാതിക പശ്ചാത്തലത്തിൽ നിന്നും പൂർണ്ണമായി യഹൂദ മതം സ്വീകരിക്കാതെ യഹൂദർ പ്രചരിപ്പിക്കുന്ന ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ എല്ലാ സിനഗോഗിലുമുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആ സത്യത്തെ പൗലോസ് അവിടെ പ്രസംഗിക്കുമ്പോൾ പാരമ്പര്യ യഹൂദന്മാരിൽ അത് ക്രിയ ചെയ്യും. എന്നാൽ ധാരാളം ജാതിക പശ്ചാത്തലത്തിലുള്ള ദൈവഭക്തർ ആ ദൂത് ഏറ്റെടുത്ത് അവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. യഹൂദന്മാർ കുറച്ചു പേർ അങ്ങനെയുള്ള വിഷയത്തോട് ഉടക്കും. കാരണം അവരുടെ മതം പഠിപ്പിക്കുന്ന മോശയിക ന്യായപ്രമാണം അനുസരിച്ച് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ചിന്തയിൽ നിന്ന് അവർക്ക് മാറാൻ അല്പം പാടാണ്. പക്ഷേ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാൾ, ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരാളിന് ദൈവം ആത്മരക്ഷയ്ക്ക് വെച്ചിരിക്കുന്ന വഴി ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസമാണ് എന്ന് ഗ്രഹിക്കുമ്പോൾ അവർ അത് 2 കൈകൾ കൊണ്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് പൗലോസ് പലപ്പോഴും ആദ്യം തൻ്റെ മിഷൻ സ്ട്രാറ്റജികളിൽ സിനഗോഗുകളെ ടാർഗറ്റ് ചെയ്തു. പോസിറ്റീവായി ദൈവവചനത്തോട് പ്രതികരിക്കുവാൻ സാധ്യതയുള്ളവരുള്ള സിനഗോഗുകളിൽ കയറി അദ്ദേഹം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞ് യഹൂദന്മാരെയും യവനന്മാരെയും അല്ലെങ്കിൽ ദൈവഭക്തരെയും താനെ സ്വാധീനിക്കുന്ന ഒരു പതിവ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അത് തന്നെയാണ് കൊരിന്തിലും നമ്മൾ കാണുന്നത്. അഥീനയിൽ ദൈവമക്കൾക്കറിയാം, പൗലോസ് ഏകനായിട്ടാണ് സുവിശേഷ വേല ചെയ്തത്. കൊരിന്തിൽ താൻ എത്തുന്നത് ഏകനായിട്ടാണ്. എന്നാൽ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ തൻ്റെ സ്നേഹിതർ ശീലാസും തിമോത്തിയും ഒക്കെ അവിടെ എത്തുന്നതായിട്ട് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം. 5-ാം വാക്യം, ശീലാസും തിമോത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നപ്പോൾ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. ശീലാസും തിമോത്തിയും അവർ കൊരിന്തിൽ വന്നപ്പോൾ തീർച്ചയായും മക്കദോന്യ സഭകളിൽ നിന്ന് ഒരു സപ്പോർട്ട് പൗലോസിന് കൊണ്ടുവന്നു. അതുകൊണ്ട് താൻ വളരെ ഫ്രീ ആയി തനിക്ക് ഫുൾ ടൈമായി കർത്താവിൻ്റെ വേല ചെയ്യുവാനായി തനിക്ക് ആ ഫ്രീഡം അവിടെ ഉണ്ടായി. അടുത്ത വാക്യം പറയുന്നത്, അവർ എതിര് പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞ് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. തിമോത്തിയും ശീലാസും കൂടെ വന്ന് വളരെ ശുഷ്കാന്തിയോടെ പൗലോസ് യഹൂദന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആ സമയത്ത് തനിക്ക് എതിർപ്പ് അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് 6-ാം വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, ദുഷിക്കുകയും ചെയ്യുകയാൽ, എതിര് പറയുകയും ദുഷിക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷീകരണം വിട്ടിട്ട്
താൻ ജാതികളുടെ ഇടയിലേക്ക് തിരിയുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്താണ് അവർ ദുഷിക്കാൻ കാരണം? അത് മറ്റ് വേദഭാഗങ്ങളിൽ നിന്ന് നമുക്കത് വളരെ ക്ലിയറായി മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് പ്രസംഗിക്കുന്ന ആ മെസ്സേജ്, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന മെസ്സേജ്, യഹൂദന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പൗലോസ് പറയുന്ന കാര്യങ്ങൾ തെറ്റായ ഒരു ഉപദേശമാണ്. ഏതൊരു വ്യക്തിയും ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആത്മരക്ഷയ്ക്കായി ഒരു യഹൂദനായി തീർന്ന ശേഷം ദൈവത്തിൻ്റെ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് യഹൂദ മതം പ്രചരിപ്പിക്കുമ്പോൾ അവരോട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം നിങ്ങളെ നീതീകരിക്കും എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചോളം ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവർ ശക്തമായി പൗലോസിൻ്റെ പ്രസംഗത്തോട് എതിർക്കുന്നതായി 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 7-ാം വാക്യം പറയുന്നത്, പൗലോസ് അവിടം വിട്ടിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്നു. ദൈവഭക്തൻ, ഗോഡ് ഫിയർ എന്ന് വെച്ചാൽ ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് താൻ യഹൂദ മതത്തിൽ വന്നു. യഹൂദ മതത്തിലെ എല്ലാ ആചാരങ്ങളും താൻ അനുഷ്ഠിക്കുന്നില്ല എങ്കിലും ജീവനുള്ള ഏക സത്യ ദൈവത്തെ താൻ അംഗീകരിച്ച ഒരു മനുഷ്യനും. ഇപ്പോൾ പൗലോസ് പറഞ്ഞ ആ ഉപദേശം തന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ വിടുതലായി തീർന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ദൈവഭക്തരായുള്ള ആളുകളാണ് വളരെ പോസിറ്റീവായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം എന്ന മെസ്സേജിനോട് പൗലോസിൻ്റെ മിഷൻ യാത്രകളിൽ പ്രതികരിച്ചത്. ഇവിടെയും ഈ മനുഷ്യൻ ആ നിലയിൽ പോസിറ്റീവായി പ്രതികരിച്ച് അങ്ങനെ പൗലോസ് തൻ്റെ വീട്ടിലാണ് തൻ്റെ ആ ചർച്ച് പ്ലാൻ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വിഷയം, ഈ ദൈവഭക്തൻ്റെ ഭവനം പള്ളിയോട് തൊട്ടടുത്തിരുന്നു. എങ്കിലും താൻ അതിന് ധൈര്യം കാട്ടി പൗലോസിനെ അവിടെ ഉൾക്കൊള്ളുവാനും അവിടെ നിന്ന് സുവിശേഷം പ്രചരിപ്പിക്കുവാനും അതിനുള്ള ധൈര്യം ഈ ദൈവഭക്തനായ മനുഷ്യൻ കാട്ടി. 8-ാം വാക്യം പറയുന്നത്, പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനം ഏറ്റു. സുവിശേഷത്തിൻ്റെ ശക്തി ദൈവമക്കൾ മനസ്സിലാക്കണം. പള്ളിപ്രമാണിയായ ക്രിസ്പോസ്, തൊട്ടടുത്ത വീട്ടിലാണ് ഇപ്പോൾ യോഗം കൂടുന്നത്. അവിടെയാണിപ്പോൾ പൗലോസ് ബേസായി ദൈവവചനം പടർത്തുന്നത്. തൊട്ടടുത്ത സിനഗോഗിലുള്ള പള്ളിയിലുള്ള പ്രമാണി ക്രിസ്പസ് തൻ്റെ ഹോൾ ഫാമിലിയായി ആ സുവിശേഷത്തിൽ വിശ്വസിച്ചു. അല്പം പ്രതികൂലം വന്നപ്പോൾ പൗലോസ് ഓടിപ്പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അനുഭവം ഒരിക്കലും ഉണ്ടാകുകയില്ലായിരുന്നു. സുവിശേഷത്തിന് അപാര ശക്തിയുണ്ട്. പള്ളിപ്രമാണിമാർ, പള്ളിയിൽ നേതൃത്വം കൊടുക്കുന്നവർ വചനത്തിൽ വിശ്വസിച്ച് പള്ളികളെ വിട്ട് യേശുക്രിസ്തുവിൻ്റെ സഭയോട് ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പള്ളിക്ക് തൊട്ടടുത്ത വീട്ടിൽ പള്ളിപ്രമാണി യോഗം കൂടുവാൻ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. സാമൂഹികമായിട്ടുള്ള ആ പശ്ചാത്തലം ദൈവമക്കൾക്കറിയാം. തനിക്ക് മാന്യതയുള്ള ഒരു വലിയ പൊസിഷൻ വിട്ട് താൻ തൊട്ടടുത്ത ജാതിക പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ കൂട്ടായ്മ ആചരിക്കാൻ തക്കവണ്ണം ക്രിസ്പസും തൻ്റെ കുടുംബവും മടി കാണിച്ചില്ല. അത്ര ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. വചനം തൻ്റെ ഉള്ളിൽ പെനട്രേറ്റ് ചെയ്ത് ദൈവിക വെളിപ്പാടുകളെ കൊടുത്തപ്പോൾ താൻ ആ വലിയ സ്റ്റെപ്പ് എടുക്കാൻ തക്കവണ്ണം താൻ തയ്യാറായി. മറ്റ് അനേക ആളുകളെ ഞാൻ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. വെളിപ്പാട് മനസ്സിലായിട്ടും പൊസിഷനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ. അവർക്ക് ക്രിസ്പസ് ഒരു ചലഞ്ചാണ്. 7-ാം വാക്യം 8-ാം വാക്യം കൂടെ ഞാൻ ആവർത്തിച്ച് വായിക്കുന്നു. അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു.
പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. എവിടെയാണ് ഇനിയും അല്പസമയം നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത്? ഈ പ്രയോഗം ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണം. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനം ഏറ്റു. പള്ളിപ്രമാണിയായ ക്രിസ്പോസും കുടുംബവും സ്നാനമേറ്റു. കുടുംബങ്ങൾ സ്നാനപ്പെടുമ്പോൾ കുടുംബം എന്ന വാക്കിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് തെറ്റല്ല, ശരിയാണ് എന്നൊരു വാദം നിലവിലുണ്ട്. അനേക ആളുകൾ ഈ വചനങ്ങളൊക്കെ ആധാരമാക്കി ശിശുസ്നാനത്തെ പ്രോത്സാഹിപ്പിച്ച് അനേക ബുക്കുകൾ എഴുതിയിട്ടുള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ മുൻപൊരു എപ്പിസോഡിൽ സ്നാനത്തെക്കുറിച്ച് അല്പം വിശദീകരിച്ച് പറഞ്ഞു. എന്നാലും ഈ കുടുംബം എന്ന വിഷയം വേണ്ട നിലയിൽ ആ സമയത്ത് ഞാൻ വിശദീകരിച്ചില്ല. ദൈവമക്കൾ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കണം. ബൈബിളിൽ 5 കുടുംബങ്ങൾ സ്നാനപ്പെട്ടതായി പറയുന്നുണ്ട്. അത് ഓരോന്നും നമുക്കൊന്നെടുത്ത് ഒന്ന് പഠിക്കണം. പഠിച്ച ശേഷം ശിശുസ്നാനം ശരിയാണോ തെറ്റാണോ എന്ന് എൻ്റെ കേൾവിക്കാർ അത് തീരുമാനിക്കണം. നമുക്കാരുടെയും പക്ഷം പിടിക്കണ്ട. വചനം പറയുന്ന സത്യം എന്താണ്? വചനമാണ് നമ്മളെ ഫ്രീഡത്തിലേക്ക് നടത്തുന്നത്. വചനമാണ് സത്യം. സത്യം നമ്മൾ അറിയും. ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. സത്യമറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ തുറക്കണം. തുറന്നിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഈ 5 കുടുംബങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒപ്പീനിയൻ അല്ല ശരിയായ ഒപ്പീനിയൻ. വചനം എന്തു പറയുന്നു? വചനത്തിലൂടെയാണ് നമ്മൾ ശരിയായ കാര്യം മനസ്സിലാക്കേണ്ടത്. 5 കുടുംബങ്ങളുടെ കാര്യം 10-ാം അധ്യായം 24 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ കൊർന്നല്യോസും കുടുംബവും സ്നാനപ്പെട്ടു. അടുത്തത് 16-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അതിൽ 16, 40 എന്നീ വാക്യങ്ങൾ വായിച്ചാൽ മതി. ലുദിയായും കുടുംബവും സ്നാനപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് 16-ന്റെ 32 മുതൽ 34 വരെ ഒരു ജയിലറും കുടുംബവും സ്നാനപ്പെടുന്നു. അടുത്തത് 18-ന്റെ 8-ാം വാക്യത്തിൽ പള്ളിപ്രമാണിയായ ക്രിസ്പസും കുടുംബവും സ്നാനപ്പെടുന്നു. ഏറ്റവും അവസാനമായി 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്തേഫാനോസ് തൻ്റെ കുടുംബവും സ്നാനപ്പെടുന്നു. ഇങ്ങനെ 5 കുടുംബങ്ങൾ: കൊർന്നല്യോസ് കുടുംബം, ലുദിയ കുടുംബം, ജയിലർ കുടുംബം, ക്രിസ്പസ് കുടുംബം, സ്റ്റെഫാനോസ് കുടുംബം. ഈ 5 കുടുംബങ്ങൾ കുടുംബമായി സ്നാനപ്പെട്ടതായി ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഓരോന്നെടുത്ത് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ പഠനത്തിൽ ഈ വിഷയം വന്നതുകൊണ്ട് അതോടൊന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ഇതിനോടകം സ്നാനത്തെക്കുറിച്ച് ഒരു സ്റ്റഡി നമ്മൾ എടുത്തിരുന്നു. എന്നാൽ ഈ കാര്യം അതിനകത്ത് നമ്മൾ പൂർണ്ണ നിലയിൽ എടുത്തില്ല. അതുകൊണ്ട് ഇതുകൂടെ ഇങ്ങനെ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് നമ്മളൊന്ന് തൊട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ആദ്യത്തെ കുടുംബം 10-ാം അധ്യായം നമുക്കെടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം. 10-ാം അധ്യായത്തിലാണല്ലോ കൊർന്നല്യോസിൻ്റെ മാനസാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമക്കൾ, ദൈവവചനം പഠിക്കുന്നവർക്കറിയാം, കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ഒരു ദൂതൻ ഇറങ്ങി. ദൂതൻ കൊടുത്ത നിർദ്ദേശമനുസരിച്ച് യോപ്പയിലായിരിക്കുന്ന പത്രോസിനെ ആളയച്ച് വിളിപ്പിക്കുകയാണ്. അതേസമയം തന്നെ
പത്രോസിനും കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോകുവാൻ ദൈവം പ്രത്യേക ദർശനം കൊടുക്കുന്നു. അങ്ങനെ നിയോഗിതനായി താൻ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ എത്തുന്നു. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ എത്തിയ ശേഷം താൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ താൻ പ്രസംഗിക്കുന്ന പ്രസംഗം അവിടെ എഴുതുന്നുണ്ട്. ആ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾവിക്കാരായ കൊർന്നല്യോസും കുടുംബവും ബാക്കി ശേഷമുള്ള തൻ്റെ റിലേഷൻസ് എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ പരിശുദ്ധാത്മാ നിറവിൻ്റെ പ്രത്യക്ഷ അടയാളമാകുന്ന അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വീകരിക്കുന്നു. അതിനുശേഷമാണ് 10-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. ഇനി നമ്മൾ ഇത് ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ആ കുടുംബം എന്ന ആ വിഷയത്തിൽ കുടുംബമെന്ന് അവിടെ പറയുമ്പോൾ, കൊർന്നല്യോസും കുടുംബമെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കൊർന്നല്യോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവോ? 10-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം ശ്രദ്ധിക്കണം. ക്ഷണത്തിൽ ഞാൻ നിൻ്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കൊർന്നല്യോസ് പത്രോസിനോട് പറയുന്ന വാക്കുകളാണ്. അപ്പം കൊർന്നല്യോസിൻ്റെ ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ അദ്ദേഹം വിളിച്ചു കൂട്ടിയിരിക്കുന്ന ആളുകളുടെ പ്രതീക്ഷ എന്താണ്? കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കൂടിയിരിക്കുന്നവരെല്ലാം കർത്താവ് ഇവരെ അറിയിക്കുവാൻ പത്രോസിനോട് പറഞ്ഞതെല്ലാം പത്രോസ് വന്ന് പറയുമ്പോൾ കേൾക്കാനായി തയ്യാറായിരിക്കുന്ന ആളുകളാണ്. അതിനകത്തെങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വരുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവരിയ്ക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുൻപാകെയാണ് അവർ വന്നിരിക്കുന്നതെന്നും ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തിൻ്റെ ദാസൻ വന്നു പറയുമെന്നും അത് കേൾക്കുവാനായാണ് അവരിയ്ക്കുന്നത്. അങ്ങനെയുള്ളവരായിരുന്നു സദസ്സ്. ഇനി പത്രോസ് ഈ കാര്യങ്ങളെല്ലാം പ്രസ്താവിച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ 42-43 വാക്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം. പത്രോസിൻ്റെ മെസ്സേജാണ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവനും അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. താൻ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വാക്യത്തിലെ ഊന്നൽ അവനിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും. അപ്പോൾ വളരെ ക്ലിയറായി ഇരിക്കുന്ന സദസ്സ് ദൈവസന്നിധിയിലാണ് അവരിയ്ക്കുന്നതെന്നും ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത് കേൾക്കണമെന്നും വളരെ ആഗ്രഹത്തോടെ കൊർന്നല്യോസ് വിളിച്ചു വരുത്തിയ സദസ്സ് അവിടെ ഇരിക്കുകയാണ്. അവരോട് താൻ പറയുന്ന ദൂതിൻ്റെ ഒരു ഭാഗമാണ്, യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെയുള്ളവർക്കേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നാണ് ദൈവത്താൽ നിയോഗിതനായി വന്നിരിക്കുന്ന പത്രോസ് പറയുന്നത്. അടുത്തത് 44-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കുകയാണ്. ഈ പ്രസംഗം താൻ ഒഫീഷ്യലായി കൺക്ലൂഡ് ചെയ്യുന്നില്ല. ഇതിങ്ങോട്ട് പറഞ്ഞു, ജനം വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്ന ആ ഒരു സംഭവമാണ് 44 മുതൽ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു.
വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നത് ജസ്റ്റ് ഇങ്ങനെ വചനം കേട്ടു പരിശുദ്ധാത്മാവ് വന്നു എന്നാണ്. അതിന് 11-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരണം. 44-ന്റെ ആ ഭാഗത്തിൽ നിങ്ങളുടെ തന്നെ കരം വെച്ചിട്ട് 11-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരിക. 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പത്രോസ് ഇങ്ങനെ ജാതികളുടെ ഇടയിൽ പോയി ശുശ്രൂഷിച്ചതിന് വളരെ എതിർപ്പുണ്ടായി. പക്ഷേ ആ എതിർപ്പ് ഉണ്ടാക്കിയ യഹൂദന്മാരോട് താൻ അവിടുത്തെ ശുശ്രൂഷ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേദഭാഗമാണ് നമ്മൾ കാണുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാനാർ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്ക് ദൈവം കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ കാര്യം നമ്മൾ വളരെ മനസ്സിരുത്തി ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. 44-ാം വാക്യത്തിൽ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ വചനം ജസ്റ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അന്നേരം പരിശുദ്ധാത്മാവ് വന്നു എന്ന ആശയം നമുക്ക് 44-ാം വാക്യത്തിൽ നിന്ന് അത്രയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്കിലും 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ ക്ലിയറാണ്. വചനം കേട്ടുകൊണ്ടിരുന്നവർ ദൈവവചനം വിശ്വസിച്ചു, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശ്വസിച്ചു. അടുത്ത വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. 18-ാം വാക്യം. അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അവർ എന്ന് പറയുന്നത് പത്രോസ് ജാതികളുടെ ഇടയിൽ പോയി പ്രസംഗിച്ചതിനെ വിമർശിച്ച യഹൂദന്മാർ. ജാതികളുടെ ഇടയിലുണ്ടായ ആത്മപകർച്ചയുടെ അനുഭവം കേട്ടപ്പോൾ അവർ മിണ്ടാതെയിരുന്നു. ഇനി അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്ക് ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. പത്രോസ് ദൈവത്തിൻ്റെ വചനം കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സ് മാറി, അവർ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ മേലാണ് പരിശുദ്ധയാത്മാവ് വന്നത്. എന്നിട്ട് 44-ാം വാക്യം പറയുന്നത് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനെയാണെങ്കിൽ ശിശുസ്നാനം ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ശിശുക്കളുണ്ടായിരുന്നു, അവരും സ്നാനപ്പെട്ടു എന്ന് വാദിക്കുന്നവരോട് എൻ്റെ ചോദ്യം, പത്രോസ് പ്രസംഗിച്ച പ്രസംഗം ഗ്രഹിച്ച് അത് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ആണ് സ്നാനപ്പെട്ടതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതിനകത്ത് ശിശുക്കളുണ്ടോ? മാത്രമല്ല 45-ാം വാക്യം പറയുന്നത് അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ. എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, എല്ലാവരും അന്യഭാഷ പറഞ്ഞു, എല്ലാവരും ദൈവത്തെ മഹത്വീകരിച്ചു, എല്ലാവരും ദൈവവചനം വിശ്വസിച്ചു, എല്ലാവരും മാനസാന്തരപ്പെട്ടു. സുഹൃത്തേ, ഇതിനകത്ത് ശിശുക്കൾ ഉണ്ടോ? ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് സ്വന്തം താല്പര്യങ്ങൾക്കായും മറ്റ് ചില സംഘടനകളെ പ്രോത്സാഹിപ്പിക്കാനും പ്രൊമോട്ട് ചെയ്യുവാനുമൊക്കെ ഉപയോഗിക്കുന്ന സ്നേഹിതരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദൈവവചനത്തിന് വിപരീതമാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നിഷ്കളങ്കരായ ആളുകളെ സത്യം ഗ്രഹിപ്പിക്കാതെ, സത്യം മനസ്സിലാക്കാതെ നിങ്ങളവരുടെ വഴികളെ ഇരുട്ടിലേക്ക് മാറ്റിവിടുകയാണ്. ദൈവത്തിൻ്റെ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സംഘങ്ങളിൽ നിന്ന് വേർപെടുക. ശിശുസ്നാനം വേദപുസ്തക ഉപദേശത്തിന് വിരോധമാണ്, വിപരീതമാണ്. വേദപുസ്തകം പുതിയ നിയമത്തിൽ പ്രഘോഷിക്കുന്ന ഉപദേശ സത്യം യേശുക്രിസ്തു വിശ്വസിച്ച്, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശ്വസിച്ച്
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുന്ന സ്നാനമാണ് വേദപുസ്തകം അംഗീകരിക്കുന്ന സ്നാനം. ശിശു സ്നാനം എന്ന് പറയുന്ന ഒരു സ്നാനം വേദപുസ്തകം പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ന്യായമായി ഇതിനോട് പ്രതികരിക്കാം. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടല്ലോ. എന്നിട്ട് 46 വാക്യം, പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് 48 വാക്യത്തിൽ പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. അപ്പോൾ സ്നാനപ്പെട്ടത് ആരാണ്? പത്രോസ് വരുമ്പോൾ തന്നെ ദൈവമയച്ച ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന ദൈവാലോചന കേൾക്കാനായി കൊർന്നല്യോസിൻ്റെ വീട്ടിൽ കാത്തിരിക്കുന്ന ജനം, വചനം കേട്ടപ്പോൾ വിശ്വസിച്ച ദൈവത്തിൻ്റെ ജനം, മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച ദൈവത്തിൻ്റെ ജനം, വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിൻ്റെ ജനം, അന്യഭാഷ പറഞ്ഞ ദൈവത്തിൻ്റെ ജനം, ദൈവത്തെ മഹത്വീകരിച്ച ദൈവത്തിൻ്റെ ജനം, അവരാ സ്നാനപ്പെട്ടത്. അതിനകത്തെവിടെയാണ് ശിശുക്കളുള്ളത്? അതാണ് ഒരു കുടുംബം. രണ്ടാമത്തെ കുടുംബം അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൻ്റെ 15 വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർക്കുവീൻ എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു. ലുദിയായുടെ സ്നാനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മേൽ വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആർക്കും ഒരു ഡൗട്ടുമില്ല, ലുദിയ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം പുഴവക്കത്തിരിക്കുന്ന കുറേ സഹോദരിമാരോട് പൗലോസ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറന്നു. അങ്ങനെ പൗലോസ് പറഞ്ഞ സുവിശേഷം ലുദിയ സ്വീകരിച്ചു. താൻ സ്നാനപ്പെട്ടു. പിന്നെ വിഷയം ഇവിടെയാണ്, അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം ആ കുടുംബത്തിനകത്ത് കുട്ടികളില്ലേ? അതും നമുക്ക് ദൈവവചനപ്രകാരം നമുക്ക് ശ്രദ്ധിക്കാം. കുടുംബം എന്ന വാക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഈ കുട്ടികൾ ഉണ്ട് എന്ന് നമ്മൾ അങ്ങ് ചിന്തിക്കുക. ഇവിടെ കുട്ടികൾ ഉണ്ട് എന്ന് എഴുതിയിട്ടില്ലല്ലോ. ലുദിയായ്ക്ക് ഇവിടെ ഭർത്താവുണ്ടെന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പം ഇതൊക്കെ കുടുംബം എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ ഭർത്താവ് കാണും, കുഞ്ഞുങ്ങൾ കാണും എന്നൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ കുഞ്ഞുങ്ങളും സ്നാനപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ശിശു സ്നാനമെന്ന് നമ്മൾ അങ്ങ് വ്യാഖ്യാനിക്കുക. ഇത് ന്യായമായി ചില കാര്യങ്ങൾ ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ലുദിയയെക്കുറിച്ച് എഴുതുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. 16 അധ്യായത്തിൻ്റെ 14 വാക്യം, ത്വയത്തര പട്ടണക്കാരെത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. ആ ഒരൊറ്റ വാക്യത്തിൽ ലുദിയയെക്കുറിച്ച് ധാരാളം കാര്യങ്ങളുണ്ട്. ലുദിയ ഒരു ബിസിനസ്സുകാരിയാണ്. അവൾ തുയത്തിര പട്ടണക്കാരെത്തിയാണ്. പക്ഷേ ഇപ്പോൾ അവൾ ഫിലിപ്പിയിലാണ്. തുയത്തരയിൽ നിന്ന് 200 മൈൽ അകലെയാണ് ഫിലിപ്പി പട്ടണം. അപ്പം ബിസിനസ്സുകാരെത്തി രക്താംബരം വിൽക്കുവാനായി അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? രക്താംബരം വിൽക്കുന്നവളാണ്, ടെക്സ്റ്റൈൽ മർച്ചൻ്റാണ്. ഈ 200 മൈൽ അപ്പുറത്ത് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്ത് ബിസിനസ് ചെയ്യാൻ വന്ന ഒരു സ്ത്രീയാണെന്നാണോ ശിശുസ്നാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പറയുന്നത്? ഒരിക്കലും അത് സാധ്യമല്ല. ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളില്ലാഞ്ഞ കാലഘട്ടത്തിൽ താൻ ആ നിലയിൽ കുടുംബമായിട്ടാണ് ഈ ബിസിനസ് ചെയ്യാൻ ഒരു പട്ടണത്തിൽ വന്നത് എന്ന് പറയുന്നതിനകത്ത് ലോജിക്കില്ല സഹോദരങ്ങളെ. മാത്രമല്ല, 40 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 16 അധ്യായത്തിൻ്റെ 40 വാക്യം, ദൈവമക്കൾക്കറിയാമല്ലോ, ലുദിയായുടെ കൺവേർഷന് ശേഷം ഒരു വെളിച്ചപ്പാടത്തിയായ സഹോദരിക്ക് ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ വിടുതലുണ്ടായി.
അതിനെ തുടർന്ന് ദൈവദാസന്മാർ ഉപദ്രവം സഹിക്കേണ്ടി വന്നു. അങ്ങനെ അവർ ജയിലിൽ പ്രവേശിച്ചു. ജയിലിൽ അവർക്ക് പീഡനമുണ്ടായി. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെട്ടു. ജയിലറും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഇതിനെയൊക്കെ തുടർന്ന് അവർ ജയിലിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ശേഷം ലുദിയയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അതാണ് 40-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിച്ച ശേഷം പുറപ്പെട്ടു പോയി. അവിടെ ലുദിയയുടെ ഭർത്താവിനെ കണ്ടതായിട്ടോ ലുദിയയുടെ മക്കളെ കണ്ടതായിട്ടോ ദൈവത്തിൻ്റെ വചനത്തിലില്ല. നമ്മൾ കയറി വ്യാഖ്യാനിക്കുകയാണ്. കുടുംബമെന്ന് ഒരിടത്തെഴുതിയിരിക്കുന്ന ആ വാക്കാണ് ഇവിടെ സഹോദരന്മാർ എന്നെഴുതിയിരിക്കുന്നത്. അപ്പോൾ ലുദിയയുടെ കുടുംബം എന്താ? ഒരുപക്ഷെങ്കിൽ ആ സഹോദരി വിവാഹിത പോലുമല്ലായിരിക്കാം. തൻ്റെ കുടുംബത്തിൽ സഹോദരന്മാർ എന്നാണ് പറയുന്നത്. ബിസിനസ്സിൽ ഒരു പക്ഷെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുവാനൊക്കെ അസിസ്റ്റ് ചെയ്തിരുന്ന കുറച്ചാളുകൾ, തൻ്റെ സെർവൻസ്. ആ സെർവൻസ് വിശ്വസിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവർ ബ്രദേഴ്സ് ആകുകയാണ്. ക്രിസ്തീയ സ്നേഹം അങ്ങനെ ഒരു സ്നേഹമാണ്. സൊസൈറ്റിയിലെ ഏത് തുറയിലുള്ള ആളുകളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ദേ ബിക്കം ബ്രദേഴ്സ്. അങ്ങനെ ലുദിയ എന്ന് പറയുന്ന ബിസിനസ്സുകാരി സഹോദരിയെ, അവർ സക്സസ്ഫുൾ ബിസിനസ്സുകാരിയാണ്. അത് നമുക്ക് ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറേ സെർവൻസ്, അതാണ് ഇവിടെ കുടുംബം എന്നെഴുതിയിരിക്കുന്നത്, ഹൗസ് ഹോൾഡ്. അവർ കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് അവരും സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവരുടെ ഭവനത്തിൽ പൗലോസും ശീലാസും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ സഹോദരന്മാരെ കണ്ടു. അപ്പം ഇവിടെയും കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങളുണ്ട് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. ലുദിയ വിവാഹിതയല്ലെന്ന് പറഞ്ഞാൽ അത് കണ്ണിക്കാൻ കഴിയുമോ? ഇതൊക്കെ നമ്മൾ മനസ്സിൽ ആരൊക്കെയോ നമ്മുടെ മൈൻഡിലിടുന്ന ചിന്തകളാണ്. അവിടെ എങ്ങും ലുദിയായ്ക്ക് കൊച്ചു കുഞ്ഞുങ്ങളുള്ളതായി പറയുന്നില്ല സഹോദരങ്ങളെ. ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. അടുത്ത എപ്പിസോഡിൽ ബാക്കി 3 കുടുംബങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതിൻ്റെ കാരണം അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിൽ വന്നപ്പോൾ പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു എന്ന കാര്യം വന്നപ്പോഴാണ് ക്രിസ്പോസും കുടുംബവും. ചിലർക്ക് കുടുംബമെന്ന വാക്ക് കേൾക്കുമ്പോൾ വലിയ മനപ്രയാസമാണ്. ആ ഒരൊറ്റ വാക്കെടുത്തുകൊണ്ട് ദൈവവചനം പ്രചരിപ്പിക്കുന്ന പത്യ ഉപദേശത്തിൽ നിന്ന് ആളുകളുടെ ശുദ്ധ മനസാക്ഷിയെ മാറ്റുവാൻ വാക്കും വാക്യങ്ങളും എടുത്ത് കോട്ടി അതിനെ തിരിച്ച് ദുരുപദേശത്തെ പ്രചരിപ്പിക്കുന്ന ആ പ്രവണത അത് തെറ്റാണ്. ദൈവജനം വിടുവിക്കപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന നിഷ്കളങ്കരായ ദൈവദാസന്മാരോട് ദൈവമക്കളോട് ഞാൻ പറയാം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. മാമോദീസ തെറ്റാണ്. ശിശുക്കളെ കൊണ്ട് തിരിച്ചറിവാകുന്നതിന് മുമ്പ് അത് സ്നാനമാണ് എന്ന് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചനം അംഗീകരിക്കുന്നതല്ല. ദൈവവചനം നമ്മെ സ്വതന്ത്രമാക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മെ വിടുവിക്കട്ടെ. പാരമ്പര്യത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് അക്സെപ്റ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വാദിക്കുമ്പോൾ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽ ഉടക്കി നിൽക്കരുത്, മത്സരിച്ച് നിൽക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കർത്താവ് നിങ്ങളെ സത്യത്തിലേക്ക് വരുവാൻ സഹായിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നാനം ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്. മാനസാന്തരപ്പെട്ടയാളാണെങ്കിൽ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അതിൻ്റെ അടുത്ത പടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളതാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. കർത്താവ് നിങ്ങളെ വിളിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ്. ശിഷ്യത്വത്തിലേക്കുള്ള ആദ്യത്തെ പടിയാണ് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെടുക എന്നുള്ളത്.
അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ച സകല കൽപ്പനകളും അത് പഠിച്ച് പ്രമാണിക്കുവാൻ, ശിഷ്യത്വത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നവർ എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ കർത്താവേ, ഇന്ന് പകൽ സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുന്നവരുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ. തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും തെറ്റിദ്ധാരണകളെയും മാറ്റി ദൈവവചനത്താൽ അവിടുത്തെ ജനത്തെ ശുദ്ധീകരിക്കുകയും ബോൾഡായി പ്രാഗൽഭ്യത്തോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഈ തലമുറയിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന അവസരങ്ങൾ രണ്ട് കൈയോടുകൂടി എടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.